പപ്പടം തൈരും വെച്ച് നമുക്ക് ഊണിൻ്റെ ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു പാക്കറ്റ് തൈര് എടുക്കുക, അതിലേക്ക് നമ്മൾ ഇതേപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ഐറ്റംസ് വേണം. ചെറിയ ഉള്ളി വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കരിവേപ്പിൻ്റെ ഇല വേണം, പിന്നെ കുറച്ച് ചുവന്നമുളക് ചതച്ചതും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം പാടെ അങ്ങോട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചുവന്നമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് പാകത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണ്ടവർക്ക് ചുവന്നമുളക് എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ മൂത്ത് വരണേ. നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ പപ്പടം ഇതേപോലെ കാച്ചിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. തൈരും പപ്പടത്തിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. എത്ര മാക്സിമം നന്നായിട്ട് പൊടിക്കാൻ പറ്റുന്നോ അത്രയും പൊടിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇത് നല്ലോണം തണുക്കണം. ഇത് മൂത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കുക. പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ ഈ തൈരും ഉള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊണിനുള്ള വിഭവം തയ്യാറായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.